തീർച്ചയായും അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ലാതെ കുടുംബത്തിൽ സഹോദരി സ്നേഹം ഇനിയിപ്പോൾ അങ്ങനത്തെ യാതൊരു സ്നേഹവും പിന്നെ സ്വത്ത് തർക്കമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ച് തന്നിട്ടില്ല. അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കുമായിട്ട് തന്നിട്ടുണ്ട്. സ്വത്ത് തർക്കവുമില്ല, ഒരു തർക്കമില്ല. പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. എങ്ങനെ 1% പോലും അവകാശപ്പെടാൻ പറ്റില്ല. 1% പോലും. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. സീനുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആ ബന്ധം ഇനിയില്ല. അത് നല്ല കാര്യമാണ്. മത്സരിച്ചാൽ സംഭവം നോട്ടയ്ക്കാണോ കിട്ടുക BJPക്കാണോ കിട്ടുക അന്ന് നമുക്ക് കാണാം. കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടത് വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു. പത്മജ പാർട്ടിയോട് ചതിയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. പത്മജയെ BJPയിലെടുത്തത് കൊണ്ട് BJPക്ക് കാൽ കാശിന്റെ ഗുണമുണ്ടാകില്ല. കെ കരുണാകരനടക്കം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പാർട്ടിയാണ്. മാത്രമല്ല കുടുംബപരമായുള്ള ബന്ധങ്ങൾ പോലും ഇനി പത്മജ വേണുഗോപാലുമായി ഉണ്ടാകില്ല എന്ന് നിസ്സംശയം പറഞ്ഞിരിക്കുകയാണ് കെ മുരളീധരൻ. അതായത് പത്മജ വേണുഗോപാലിന്റെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഏതാണ്ട് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല പത്മജയെ കാലുവാരി എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. 3 മത്സരിക്കാനായി പാർട്ടി അവസരങ്ങൾ നൽകി. പാർട്ടി എല്ലാ അവസരങ്ങളും പത്മജയ്ക്ക് നൽകിയെങ്കിലും അവിടെയൊന്നും ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കാലുവാരൽ എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ ഉന്നയിക്കുന്നത് ശരിയല്ല. കോൺഗ്രസ് എന്ന പാർട്ടിയെ ചതിക്കുകയാണ്. പാർട്ടി പറഞ്ഞാൽ പോരിനിറങ്ങുമെന്നൊക്കെ പറഞ്ഞ കെ മുരളീധരൻ പത്മജ വേണുഗോപാലിന്റെ പുതിയ തീരുമാനത്തെ ഏറ്റവും ഒടുവിൽ തള്ളിപ്പറയുകയാണ്. ഒരു തരത്തിൽ പോലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. മാത്രമല്ല സഹോദരി എന്നുള്ള ബന്ധം പോലും ഇനി ഉണ്ടാകില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ സ്വത്ത് തർക്കമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇനി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. മാത്രമല്ല കെ കരുണാകരൻ അദ്ദേഹം കഷ്ടപ്പെട്ട് വളർത്തിയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ കാലുവാരിയത് കൊണ്ട് തന്നെ കോൺഗ്രസിനെ മാത്രമല്ല കെ കരുണാകരനെ കൂടെ വഞ്ചിച്ചിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ എന്ന കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് കെ മുരളീധരൻ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകളോട് പ്രതികരിച്ചത്. ഷിത ജഗത്തുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ഷിത, ഇതിൽ കെ മുരളീധരന്റെ പ്രതികരണമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. സഹോദരിയുടെ BJP പ്രവേശനത്തെ അദ്ദേഹം എങ്ങനെയാണ് ഏത് രീതിയിലാണ് പ്രതികരണം നടത്തുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പടി കൂടി കടന്ന് സഹോദരി എന്ന നിലയിലുള്ള ബന്ധം പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്മജിയുടെ പുതിയ തീരുമാനത്തെ തീർത്തും തള്ളിക്കളയുകയാണ്. ജിൻസി, തീർത്തും തള്ളിക്കളയുകയാണ് പത്മജയുടെ ഈ BJPയിലേക്കുള്ള പ്രവേശത്തെ സഹോദരൻ കെ മുരളീധരൻ. കാരണം അദ്ദേഹം പറയുന്നത് ഇനി സഹോദരി എന്ന രീതിയിലുള്ള ഒരു ബന്ധം പോലും അവരുമായിട്ടില്ല. പാർട്ടിയെ ഒറ്റിക്കൊടുത്തവരോട് അത്തരത്തിലുള്ള ഒരു ബന്ധം പോലും ഇനി ഇല്ല എന്നുള്ള കാര്യമാണ് കെ മുരളീധരൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പത്മജ BJPയിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ എന്തെങ്കിലും സഹോദരി പങ്കുവച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത്തരം ഒരു കാര്യവും ഇതുവരെ താനുമായി സംസാരിച്ചിട്ടില്ല. എന്നാൽ BJPയിലേക്ക് പോകില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു പത്മജയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ അവർ പോയിരിക്കുന്നത് വലിയ ദൗർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. വർക്ക് അറ്റ് ഹോമിൽ അവർക്ക് പാർട്ടിയിൽ നിന്ന് തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പത്മജ പറഞ്ഞത്. പക്ഷേ പത്മജയെ മത്സരിപ്പിച്ചതിന്റെയും മണ്ഡലങ്ങളിൽ സീറ്റ് കൊടുത്തതിന്റെയും കണക്കുകൾ കൂടി കെ മുരളീധരൻ ഇവിടെ പറയുകയാണ്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ സീറ്റ് കൊടുത്തു, കോൺഗ്രസ് മത്സരിച്ച് ജയിച്ച സീറ്റുകളിൽ പോലും അവർക്ക് സീറ്റ് കൊടുത്തപ്പോൾ പത്മജയ്ക്ക് സീറ്റ് കൊടുത്തപ്പോൾ അവിടെയെല്ലാം പത്മജ തോൽക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. വർക്ക് അറ്റ് ഹോമിൽ ഇരിക്കുന്ന ഒരു നേതാവിനെ പാർട്ടി എങ്ങനെയാണ് ഇനി പരിഗണിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം കൂടെ കെ മുരളീധരൻ ഈ ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പത്മജയെ BJPയിലേക്ക് പോയതുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള പ്രയോജനവും BJPക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഒപ്പം തന്നെ കോൺഗ്രസിന് അതൊരു കോട്ടവുമായി തോന്നുന്നില്ല. ഒരു കാൽ കാശിന്റെ ഗുണം പോലും BJPക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. ഒപ്പം ഈ ചതിക്ക് ഇതൊരു വലിയ ചതിയാണ് സഹോദരി ചെയ്തിരിക്കുന്നത്. തന്നോട്
മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയോട് കൂടെ പിതാവിനോട് പോലും ചെയ്തിരിക്കുന്ന ഒരു ചതിയാണ് എന്നുള്ളത് കൂടെ കെ മുരളീധരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചതിക്ക് തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നുള്ള ഒരു കാര്യമാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി എന്നുള്ള ഒരാൾ BJP-യിലേക്ക് പോയി എന്നുള്ളത് അത് കുടുംബത്തെ മാത്രമല്ല കേരളത്തിന്റെ മതേതര മനസ്സിനെ വരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ചിലത് കിട്ടിയില്ല എന്നാണ് പത്മജ പറയുന്നത്. എന്നാൽ അതിനൊപ്പം തന്നെ കിട്ടിയതിന്റെ കണക്ക് കൂടെ പത്മജ പറയണമെന്നുള്ള കാര്യം കൂടെ പത്മജയുടെ സഹോദരൻ കൂടിയായ കെ മുരളീധരൻ പറയുന്നുണ്ട്. തന്നെയും പലരും ക്ഷണിക്കുന്നുണ്ട്, പക്ഷേ അച്ഛന്റെ പാരമ്പര്യം വിട്ട് പോകാൻ കഴിയില്ല എന്നാണ് പത്മജ തന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ളൊരു കടുത്ത തീരുമാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരാളാണ് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനം ഉണ്ടായത്. പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അത് തനിക്കും പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിച്ച ആളാണ്. പക്ഷേ അതൊരു വേർപിരിയലിലേക്ക്, ബന്ധം വേർപിരിയലിലേക്കല്ല എത്തേണ്ടത്. ഇത്തരത്തിൽ രാജ്യത്തിൽ തന്നെ ഈ രീതിയിലുള്ള സമീപനം നടത്തുന്ന ഫാസിസ്റ്റ് ശക്തികളുമായി കൂട്ടുകൂടുകയല്ല വേണ്ടത് എന്നുള്ള കാര്യം കൂടി കെ മുരളീധരൻ പറയുന്നു.